ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനത് അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ എടുക്കണം വിചാരിച്ചിട്ട് എടുക്കണതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്ത് നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് അറിയുന്നത് നമുക്ക് മാത്രമായിരിക്കും അല്ലേ. എന്നെ പറ്റി ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എനിക്ക് മാത്രമാണ്. ഒരിക്കലും എൻ്റെ ഭർത്താവിന് പോലും എന്നെപ്പറ്റി മുഴുവനോടെ അറിയാൻ സാധിക്കില്ല. അങ്ങനെയല്ല, അതല്ല അതിൻ്റെ ശരി. കാരണം നമ്മൾ വിചാരിക്കുമോ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ ആയാലും ഒരാളുടെ ഉള്ളിലുള്ള സംഭവങ്ങൾ, നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്കറിയാൻ സാധിക്കില്ല എന്നുള്ളത് 100%-ൽ 200%-ഉം ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ അന്വേഷിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ ഇത് പറയുമ്പോൾ എന്തായിരിക്കും അവർക്കുണ്ടാകുന്നൊരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ ഒരു ബുദ്ധിമുട്ട്. അതിപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാരായാലും വേണമെന്നില്ല. ഇപ്പം എനിക്ക് 3 ചേച്ചിമാരുണ്ട്. ഞാൻ അവരോടും പറയാറുണ്ട്, ഇടിച്ചു കയറി എന്തെങ്കിലും പറയുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താണെന്നും കൂടെ മനസ്സിലാക്കണം. നമ്മളൊരാളോട് ഫോണിലായിരിക്കും സംസാരിക്കും. ഇപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ദിവസം എൻ്റെ വളരെ അടുത്തൊരു ഫ്രണ്ടാണ് വിളിച്ചിട്ട്, വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഹലോ എന്താണ് വിശേഷം, സുഖമല്ലേ, ഒരു വിളിയും തെളിയൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ പറഞ്ഞു. അപ്പം പറഞ്ഞു, ഡി പ്ലീസ് 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 ഞാൻ ഹോസ്പിറ്റലിലാണ്. അവളെ ആർക്കെങ്ങാണ്ടും സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ അവസ്ഥ മനസ്സിലാക്കാണ്ടാണ് സംസാരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പുറത്തെ ഫോണിലും കാതങ്ങൾക്ക് അകലെ നിൽക്കുന്ന ആളോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അയാളുടെ അവസ്ഥ, ആ സിറ്റുവേഷൻ എന്താണ്, ആ സമയത്ത് എന്താണെന്ന് നമുക്കറിയില്ല അല്ലേ. അങ്ങനെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ഒരുപാട് ആൾക്കാർ മറ്റുള്ളവരോടും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ തമാശകളായാൽ പോലും എന്തായാലും അങ്ങനെ തന്നെയാണ്. പിന്നെ സാഹചര്യം അറിഞ്ഞ് നമുക്ക് പെരുമാറാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അതിനെ പറയും വിവേകം എന്ന് പറയും. അതുപോലെ ഇന്ന് ഒരു സംഭവം ഉണ്ടായി. എൻ്റെ ഹസ്ബൻഡ്, ഇപ്പം പറഞ്ഞില്ലേ, എൻ്റെ ഹസ്ബൻഡ് ഫോൺ ഓവർസിയർ കയ്യിൽ കൊടുത്തു. അപ്പോൾ അത്ര നേരം അദ്ദേഹം വിളിച്ചിട്ട് ഫോൺ കട്ടായിപ്പോയി. ഞാൻ അദ്ദേഹത്തിന് വിളിച്ചിട്ട് ഫോൺ എടുക്കണ്ടായില്ല. അങ്ങനെ ഓവർസിയറെ കയ്യിലാണ് ഫോൺ. അപ്പോൾ ഞാൻ ഫോൺ എടുത്ത വഴി ഞാൻ പറഞ്ഞു, ഒന്ന് ഫോൺ എടുത്തുകൂടെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഓവർസിയർ, ഹലോ മാഡം, ഇത് ഞാനാണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എൻ്റെ ഹസ്ബൻഡ് കോൾ എടുക്കുന്നതിന് മുമ്പ് ഫോൺ ഓവർസിയറെ കയ്യിൽ കൊടുക്കുന്ന ഞാനൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഞാനിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ കിടന്നുകൊണ്ട് ബഹളം വെച്ച്, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണ് ഒരു സാഹചര്യവും നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഫോൺ തന്നെയാണ്. അത് തന്നെയാണ് മറ്റുള്ളവരുടെ മനസ്സും എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെടുമ്പോഴും സംസാരിക്കുമ്പോഴും ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ അവസ്ഥ എന്താണ് നമ്മൾ ചിന്തിക്കണം. ഇന്നിപ്പോൾ പലരും എന്നെ ഫോണിൽ ഓരോ കാര്യങ്ങൾ കൈക്കിട്ട് വിളിക്കുമ്പോഴും ഞാൻ ഫോണിൽ കൂടെ ചിരിച്ചാണ് വർത്താനം പറഞ്ഞത്. ആ സമയത്ത് വയറുവേദന എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഞാൻ ഇരുന്നിരുന്നത്. ഇങ്ങനെ പിടിച്ചിരുന്നിട്ട്, ഹലോ എന്താണ് വിശേഷം, സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ സുഖമാണ് എന്ന് പറയും. ഇവിടെ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട്, വയറിൽ അമർത്തി പിടിച്ചിട്ടായിരിക്കും സംസാരിക്കണം. അങ്ങനെയായിരുന്നു ഇന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. നമ്മൾ ഒരാളെയും നമ്മൾ മുഴുവനോടെ നമുക്കറിയാവുന്ന ആളാണെന്ന് വിചാരിച്ചിട്ട് പറയാൻ നിൽക്കരുത്. ഇത് വല്ലാത്ത പൊല്ലാപ്പായിപ്പോയി. ഇന്നെന്താ ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. എൻ്റെ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നില്ല. ഇതുപോലെ തന്നെ ഇപ്പം എൻ്റെ പരിചയത്തിലുള്ള ഒരു കുട്ടി ചോദിച്ചാൽ, ഞാൻ ഒരു ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് വയ്യ തീരെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ചേച്ചി ഇതിലെ പോകുമ്പോഴൊന്നും ചേച്ചിനെ കാണുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന്. ഞാനപ്പോൾ ആലോചിച്ച്, ഭഗവാനെ, ഞാൻ 2 വീലർ വീർന്ന് പോകുമ്പോൾ എങ്ങനെ ഞാൻ കുഴപ്പം കാണിക്കും? 2 വീലറിൻ്റെ ബാക്കിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, കുഴപ്പം കാണിക്കുന്നത് ചേച്ചി. സത്യം പറഞ്ഞാൽ അവൾ പറഞ്ഞിട്ട് എനിക്ക് ചിരിയാണ് വന്നത്. അതാണ് പറയണത്, നമുക്ക് ഒരാളെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പം എനിക്കൊരു വയ്യാഴിക ഉണ്ടെന്ന് വെച്ചിട്ട് റോട്ടിൽ കൂടെ പോകുമ്പോൾ ഞാൻ അയ്യോ പത്തോ എന്ന് പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ചിലപ്പോൾ ഡോക്ടറെ അടുത്തേക്കായിരിക്കും പോകണത്, എങ്കിലും നമ്മളത് ആരെ അറിയിക്കാതെ ആയിരിക്കും പോവുക അല്ലേ. അപ്പം അത് എന്ന് പറയണതിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ കളിയാക്കിയിട്ടോ ഒന്നും കാര്യമില്ല. ഇപ്പം ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അവസ്ഥ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും സിറ്റുവേഷൻ കണ്ടറിഞ്ഞ് പെരുമാറാൻ മനുഷ്യന്മാർക്ക് സാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിവേകമാണ്, ഏറ്റവും വലിയൊരു കാര്യമാണ്, ഏറ്റവും വലിയ
നമ്മുടെ ഒരു സംസ്കാരമാണത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.